ആകാശവാണി നിയമസഭ വാരാന്ത്യ അവലോകനം തയ്യാറാക്കിയത് സിനു, മാധ്യമപ്രവർത്തകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. 22 ദിവസത്തെ സംഭവ ബഹുലമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിന് ചൊവ്വാഴ്ച പരിസമാപ്തി കുറിച്ചു. 3 ഘട്ടങ്ങളിലായി 22 ദിവസത്തെ സിറ്റിംഗ് പൂർത്തിയാക്കിയാണ് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. വെള്ളിയാഴ്ച വരെ ചേരാനിരുന്ന സമ്മേളനം 25-ന് വെട്ടിച്ചുരുക്കാൻ കാര്യോപദേശക സമിതി തീരുമാനിക്കുകയായിരുന്നു. ജനുവരി 17-ാം തീയതി ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയായിരുന്നു 13ാം സമ്മേളനത്തിന്റെ തുടക്കം പോലെ ഒടുക്കവും പ്രതിപക്ഷ ഭരണപക്ഷ പോർവിളികളാൽ സഭാതലം മുഖരിതമായി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചനമർപ്പിച്ച് ജനുവരി 20-ന് സമ്മേളനത്തിന്റെ 2ാം ദിനം സഭ പിരിയുകയുണ്ടായി. തുടർന്ന് വ്യത്യസ്ത ദിനങ്ങളിലായി മുൻ മന്ത്രി MT പത്മ, മുൻ നിയമസഭാംഗങ്ങളായ P രാജു, K മുഹമ്മദ് ഉണ്ണി ഹാജി, പ്രിയ കഥാകാരൻ MT വാസുദേവൻ നായർ എന്നിവരുടെ നിര്യാണത്തിലും സഭ ചരമോപചാരം അർപ്പിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് പാസാക്കാനായി ചേർന്ന സമ്മേളനത്തിൽ 2025-ലെ കേരള സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപനവും നിയന്ത്രണവും ബിൽ ഉൾപ്പെടെ സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്കും സഭ സാക്ഷ്യം വഹിച്ചു. ധനകാര്യ ധനവിനിയോഗ ബില്ലുകൾ, 2024-ലെ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ, 2024-ലെ കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബിൽ, 2025-ലെ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബില്ലുകൾ, കേരള സ്പോർട്സ് ഭേദഗതി ബിൽ ഉൾപ്പെടെ ആകെ 9 ബില്ലുകളാണ് ഈ സമ്മേളനത്തിൽ സഭ പാസാക്കിയത്. സമ്മേളനത്തിൽ ജനുവരി 21, 22, 23 തീയതികളിൽ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ചയും, ഫെബ്രുവരി 7-ാം തീയതി ബജറ്റ് അവതരണവും, ഫെബ്രുവരി 10, 11, 12 തീയതികളിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയും നടന്നു. തുടർന്ന് ഫെബ്രുവരി 13 മുതൽ 2 ആഴ്ച വിവിധ സബ്ജക്ട് കമ്മിറ്റികൾ യോഗം ചേർന്ന് ധനാഭ്യർത്ഥനകളുടെ സൂക്ഷ്മ പരിശോധന നടത്തുകയും ചെയ്തു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇത് 10ാം തവണയാണ് പുതിയ സാമ്പത്തിക വർഷാരംഭത്തിന് മുൻപ് തന്നെ സമ്പൂർണ്ണ ബജറ്റ് പാസാക്കുന്നതെന്ന സവിശേഷത കൂടി ഈ സമ്മേളനത്തിനുണ്ട്. ഇതിനു മുൻപ് 2023-ലാണ് മാർച്ച് 31-ന് മുൻപായി ബജറ്റുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടത്. മാർച്ച് 4 മുതൽ 20 വരെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകളിൽ മേലുള്ള ചർച്ചയും വോട്ടെടുപ്പുമാണ് നടന്നത്. രാജ്യത്താദ്യമായി ഒരു സംസ്ഥാന നിയമസഭ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിലേക്കായി ഒരു വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള സമഗ്ര ബിൽ പാസാക്കിയെന്ന പ്രത്യേകതയുമുണ്ട്. ഈ സമ്മേളന കാലയളവിൽ ചട്ടം 50 പ്രകാരമുള്ള 16 സഭാ നിർത്തിവയ്ക്കൽ ഉപക്ഷേപ നോട്ടീസുകളാണ് പരിഗണിച്ചത്. UGC പുതിയ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ചും ആഴക്കടൽ ധാതു ഖനനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിയമ ഭേദഗതി സംബന്ധിച്ചും ചട്ടം 118 പ്രകാരമുള്ള 2 ഗവൺമെന്റ് പ്രമേയങ്ങളും 1944-ലെ പൊതുകടം ആക്ട് റദ്ദു ചെയ്യുന്നതിന് 2006-ലെ ഈടുപത്രങ്ങൾ ആക്ടിൽ ആവശ്യമായ ഭേദഗതി വരുത്തുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ചട്ടം 23 പ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രമേയവും ഈ സമ്മേളന കാലയളവിൽ സഭ ഐകകണ്ഠ്യേന പാസാക്കുകയുണ്ടായി. സമ്മേളന കാലയളവിൽ 35 ശ്രദ്ധ ക്ഷണിക്കലുകളും 208 സബ്മിഷനുകളും സഭ മുൻപാകെ അവതരിപ്പിക്കുകയും ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി പറയുകയും ചെയ്തു. നടപ്പുവാരത്തിലെ ആദ്യ ദിനമായ തിങ്കളാഴ്ചയും പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ആരോഗ്യമേഖല അപകടകരമായ അവസ്ഥയിലാണെന്നും പകർച്ചവ്യാധികൾ സംസ്ഥാനത്ത് പിടിമുറുക്കുകയാണെന്നും കേരളം അപൂർവ രോഗങ്ങളുടെ തലസ്ഥാനമായി മാറുകയാണെന്നും ഉപക്ഷേപ നോട്ടീസ് അവതരിപ്പിച്ച PC വിഷ്ണുനാഥ് പറഞ്ഞു. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളെ സാമാന്യവൽക്കരിച്ച് ആരോഗ്യമേഖലയെ താഴ്ത്തിക്കെട്ടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മന്ത്രി MB രാജേഷ് ആരോഗ്യമന്ത്രിക്ക് വേണ്ടി മറുപടി നൽകി. തുടർന്ന് 2025-ലെ കേരള ധനവിനിയോഗ 2ാം നമ്പർ ബിൽ സഭ ചർച്ച ചെയ്ത് പാസാക്കി. പിന്നീട് ചേർന്ന അപരാഹ്ന സമ്മേളനത്തിൽ കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബിൽ പാസാക്കിയ നിയമസഭ സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബില്ലിന്മേലുള്ള ചർച്ച പൂർത്തിയാക്കാത്തതിനാൽ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ചൊവ്വാഴ്ച പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചെങ്കിലും മന്ത്രിയുടെ മറുപടി കണക്കിലെടുത്ത് ഇറങ്ങിപ്പോക്കിന് മുതിർന്നില്ല. ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്താനുള്ള സർക്കാർ തീരുമാനം ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി മോൻസ് ജോസഫ് MLA ആണ് ഉപക്ഷേപം അവതരിപ്പിച്ചത്. ഉത്തരവ് പിൻവലിക്കുമെന്നും
ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന തരത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്തിയ പ്രഖ്യാപനം പ്രതിപക്ഷം അംഗീകരിക്കുകയായിരുന്നു. കെ വിജയൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് എക്സൈസ് വകുപ്പ് മന്ത്രിയും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക പിന്നാക്കാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് JB കോശി റിപ്പോർട്ടിനെക്കുറിച്ച് സിദ്ദീഖ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയും മറുപടി നൽകി. കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപനവും നിയന്ത്രണവും ബില്ലിന്റെ തുടർ ചർച്ചയും പാസാക്കലുമാണ് ചൊവ്വാഴ്ച നടന്നത്. വ്യാവസായിക അടിസ്ഥാന സൌകര്യ വികസന ഭേദഗതി ബിൽ, കേരള ധനകാര്യ ബിൽ, സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബിൽ, കേരള സ്പോർട്സ് ഭേദഗതി ബിൽ എന്നിവയും സഭ പാസാക്കി. ചൊവ്വാഴ്ച സഭ അവസാനിക്കുന്ന ദിവസമായതിനാലും വൈകിട്ട് പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ വിരുന്നുള്ളതിനാലും അംഗങ്ങളോട് പ്രസംഗം ചുരുക്കാൻ സ്പീക്കർ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും പരിഗണിക്കാതിരുന്നതോടെ KT ജലീലിന്റെ മൈക്ക് ഓഫ് ചെയ്തതും ശ്രദ്ധേയമായി. കേരള സ്വകാര്യ സർവകലാശാല ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കിടെയാണ് സംഭവം. ബിൽ അവതരിപ്പിച്ച മന്ത്രിയും ചർച്ചയിൽ പങ്കെടുത്ത മറ്റുള്ളവരും 10 മിനിറ്റിൽ കൂടുതൽ സമയമെടുത്തില്ല. എന്നാൽ KT ജലീൽ അതിൽ കൂടുതൽ സമയമെടുത്തു. പ്രസംഗം ചുരുക്കണമെന്ന് പലവട്ടം സ്പീക്കർ ആവശ്യപ്പെട്ടിട്ടും പ്രസംഗം തുടർന്നു. 17 മിനിറ്റ് കഴിഞ്ഞിട്ടും പ്രസംഗം നിർത്താൻ തയ്യാറാകാതെ വന്നതോടെ ക്ഷുഭിതനായ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്യുകയായിരുന്നു. തുടർന്ന് സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ ശബ്ദ വോട്ടോടെ പാസാക്കി. ബില്ലിൽ ചൂടേറിയ ചർച്ചയായിരുന്നു നിയമസഭയിൽ നടന്നത്. സ്വകാര്യ സർവകലാശാലകൾ ഒന്നിലേറെ ക്യാമ്പസുകളോടെ തുടങ്ങാമെന്ന വ്യവസ്ഥ സർക്കാർ ഒഴിവാക്കിയത് പ്രതിപക്ഷത്തിന് നേട്ടമായി. ചില വ്യവസ്ഥകൾക്കെതിരെ പ്രതിപക്ഷത്തിന് എതിർപ്പുണ്ടായിരുന്നെങ്കിലും ബില്ലിനെ എതിർത്തില്ല. KK രമ MLA മാത്രമാണ് ബിൽ പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. സ്വകാര്യ സർവകലാശാലകളെ കെട്ടഴിച്ചു വിടുകയില്ലെന്നും കൃത്യമായ നിയന്ത്രണം സർവകലാശാലകൾക്ക് മുകളിൽ ഉണ്ടാകുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി. സംവരണമടക്കമുള്ള കാര്യങ്ങളിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലുണ്ടാകും. അനുമതി പിൻവലിക്കാനുള്ള അധികാരവും സംസ്ഥാന സർക്കാരിനുണ്ടാകുമെന്നും മന്ത്രി വിശദീകരിച്ചു. നിലവാരം കുറഞ്ഞ ആളുകൾക്ക് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാനുള്ള സാഹചര്യമുണ്ടാകുമോ എന്ന ആശങ്കയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കുവച്ചു. നിയമനിർമ്മാണ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് സഭ പിരിയുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം സ്പീക്കർ നടത്തിയത്. യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ലഹരി വ്യാപനം പോലെയുള്ള വിഷയത്തിൽ ചട്ടം 50 പ്രകാരമുള്ള ഉപക്ഷേപം ചർച്ച ചെയ്തതിന് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സന്നദ്ധമായ സർക്കാർ നിലപാടിനെയും ചൊവ്വാഴ്ച സ്പീക്കർ AN ഷംസീർ അഭിനന്ദിച്ചു. ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെ ചെറുക്കുന്നതിന് സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും തന്നെ കൂട്ടായ ഇടപെടൽ ഉണ്ടാകണമെന്നും എല്ലാ സാമാജികരും അക്കാര്യത്തിൽ അതത് മണ്ഡലതലത്തിലും സംസ്ഥാന തലത്തിലും തങ്ങളുടേതായ പങ്ക് വഹിക്കാൻ തയ്യാറാകണമെന്നും സ്പീക്കർ അഭ്യർത്ഥിച്ചു. 1998 സഭ പാസാക്കിയ കേരള റാഗിംഗ് നിരോധന നിയമപ്രകാരം രൂപീകരിക്കേണ്ട ചട്ടങ്ങൾ നാളിതുവരെ പുറപ്പെടുവിക്കാത്തത് സംബന്ധിച്ച വിഷയം ക്രമപ്രശ്നമായി ഉന്നയിച്ച AP അനിൽകുമാറിനെയും സ്പീക്കർ അനുമോദിച്ചു. തുടർന്ന് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. നിങ്ങൾ കേട്ടത് നിയമസഭ വാരാന്ത്യ അവലോകനം.